ആർ ജെ മാവേശ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും യു.സി. ചഹലിൻ്റെ പുതിയ ഗേൾ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ വേണമെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് എന്നും പറയാം. സോ അവർ വെളിപ്പെടുത്തിയൊരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. നിങ്ങളൊരു കിങ്സ് 11 പഞ്ചാബ് ആരാധകരാണെങ്കിൽ, പഞ്ചാബ് കിങ്സ് ആരാധകരാണെങ്കിൽ, യു.സി. ചഹൽ ആരാധകരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായാലും ആർ ജെ മാവേശ് എന്താ പറയുക ഒരു കുറിപ്പിട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അവർ ആ ഒരു കുറിപ്പിൽ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്. അതായത് പഞ്ചാബ് കിങ്സ് അവരുടെ എൻഡ് വരെ അവർ പോരാടി വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. അവരുടെ എല്ലാം കൊടുത്ത് പെർഫോം ചെയ്തു അവർ. സ്പെഷ്യലായിട്ട് ഞാൻ ഒരാളെ മെൻഷൻ ചെയ്യുകയാണ്, അത് യു.സി. ചഹലിനെയാണ്. അതായത് ആ ഒരു സെക്കൻഡ് ലാസ്റ്റ് മാച്ചിൽ അദ്ദേഹത്തിൻ്റെ കൈക്ക് ഫ്രാക്ചർ പറ്റിയിരുന്നു. ഈ ഒരു IPL ഏതാണ്ട് 3ഓളം ഫ്രാക്ചറോടെയാണ് അദ്ദേഹം ഈ ഒരു സീസൺ കളിച്ചത്. എന്നിട്ട് പോലും വളരെ മികച്ചൊരു പ്രകടനം യു.സി. ചഹലിന് കാഴ്ചവെക്കാൻ സാധിച്ചു എന്നാണ് ആർ ജെ മാവേശ് പറഞ്ഞിരിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വേറെ ലെവലെന്ന് പറയുന്നുണ്ട്. എന്തായാലും പഞ്ചാബ് കിങ്സ് വരും സീസണിൽ ഇനിയും കിരീടം ഉയർത്തുമെന്നും അവർ പറയുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഈ ഒരു സീസൺ തനിക്കും മറക്കാൻ പറ്റാത്തൊരു സീസണായിരുന്നു. ഞാൻ പഞ്ചാബ് കിങ്സിൻ്റെ ഭാഗമായിരുന്നു ഈ ഒരു സീസണിൽ. ഇന്ത്യയിൽ ക്രിക്കറ്റ് അതുപോലെ തന്നെ IPL എന്നൊക്കെ പറയുന്നത് ഒരു ആഘോഷമാണെന്ന് അവർ പറയുന്നുണ്ട്. സോ എന്തായാലും ഇതിൽ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ യു.സി. ചഹലിന് ഇഞ്ചുറിയാണ്. വളരെ ടാലൻറ്റ് പ്ലെയറാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടപ്പോഴേ തോന്നി എന്തൊക്കെയോ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടെന്ന്. എന്തായാലും അങ്ങനെയാണ് അദ്ദേഹം ഫ്രാക്ചറൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ബോൾ എറിഞ്ഞെങ്കിൽ ഒരു ഹാൻഡ്സ് ഓഫ് തന്നെ കൊടുക്കണം. വേറെ ലെവലൊരു ബോളർ തന്നെയാണ്. സോ എന്തായാലും അടുത്ത സീസണിൽ അദ്ദേഹം കരുത്തോടെ തിരിച്ചു വരുമെന്ന് വിചാരിക്കാം.